സെപ്റ്റംബർ 11 ലോകം ഒരിക്കലും മറക്കാനിടയില്ലാത്ത ഒരു ഡേറ്റാണ് അല്ലേ? ലോകത്തെ നടുക്കിയ അമേരിക്കയിലെ ഭീകരാക്രമണം നടന്നിട്ട് ഇന്ന് 24 വർഷം തികയുകയാണ്. 2001 ഇതേ ദിവസമാണ് അൽ-ഖ്വയ്ദ ഭീകരർ 3 വിമാനങ്ങൾ വേൾഡ് ട്രേഡ് സെന്റർ എന്ന ഇരട്ട ടവറുകളിലേക്ക് ഉൾപ്പെടെ ഇടിച്ചു കയറ്റിയത്. 3000-ഓളം പേർക്കാണ് അന്ന് ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. Is that the second building of the World Trade Center going? Yes, that is the second. That is the second tower. That is the second tower. ഒരു സിനിമാ രംഗം പോലെ തോന്നിക്കുന്ന ഈ ദൃശ്യങ്ങൾ 24 വർഷം മുമ്പ് ഏവരെയും ഞെട്ടിച്ചതാണ്. നിറയെ യാത്രക്കാരുള്ള 3 വിമാനങ്ങൾ അമേരിക്കയുടെ അഭിമാനമായ വേൾഡ് ട്രേഡ് സെന്ററിലേക്കും പെന്റഗണിലേക്കും ഇടിച്ചുകയറ്റി അൽ-ഖ്വയ്ദ ഭീകരർ. നിമിഷങ്ങൾക്കകം വേൾഡ് ട്രേഡ് സെന്റർ നിലംപൊത്തി. ഇരട്ട ടവറുകളിലായി 2600 പേരാണ് കൊല്ലപ്പെട്ടത്. ഒസാമ ബിൻ ലാദൻ എന്ന ഭീകരന്റെ ആസൂത്രണമായിരുന്നു ഇതെന്ന് പിന്നീട് തെളിഞ്ഞു. അധികം വൈകാതെ ബിൻ ലാദനെ തേടി അമേരിക്കൻ സേന അഫ്ഗാനിസ്ഥാനിലെത്തി. 10 വർഷം കഴിഞ്ഞ് പാകിസ്ഥാനിലെ അബുട്ടാബാദിലാണ് ലാദൻ കൊല്ലപ്പെടുന്നത്. ലോകത്തെ മാറ്റിമറിച്ച സംഭവമാണ് സെപ്റ്റംബർ 11 ഭീകരാക്രമണം. ഏറ്റവും സുരക്ഷിതമായ രാജ്യമെന്ന് ഊറ്റം കൊണ്ടിരുന്ന അമേരിക്കയ്ക്ക് വൻ പ്രഹരമായി ഈ സംഭവം. മറ്റ് രാജ്യങ്ങളിൽ വിമതരെയും ഭീകരരെയും സഹായിച്ച് ഭരണകൂടങ്ങളെ അട്ടിമറിക്കുന്ന അമേരിക്കയ്ക്ക് അതേ നാണയത്തിലുള്ള തിരിച്ചടിയായി സെപ്റ്റംബർ 11 ആക്രമണം. സോവിയറ്റ് യൂണിയനെ തകർക്കാൻ വളർത്തിയ ഒസാമ ബിൻ ലാദൻ തന്നെ തിരിഞ്ഞുകൊത്തി എന്നത് അമേരിക്കയ്ക്ക് ഉൾക്കൊള്ളാനായില്ല. സ്വന്തം മണ്ണിൽ ഭീകരവാദം എത്തിയതിന്റെ ഞെട്ടലിൽ അമേരിക്ക ആദ്യമായി ഭീകരതയ്ക്കെതിരെ നടപടി സ്വീകരിച്ചു. ഭീകരത ലോകമെമ്പാടും പടർന്ന ഇക്കാലത്തും വാർ ഓൺ ടെറർ തുടരുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18.